പി വി അൻവർ ഉന്നയിക്കുന്ന രാഷ്ട്രീയ പ്രശ്നങ്ങളോട് ഞങ്ങൾക്ക് വിയോജിപ്പില്ല. ശ്രീ പി വി അൻവർ ഉന്നയിക്കുന്ന രാഷ്ട്രീയ പ്രശ്നങ്ങൾ വളരെ പ്രസക്തമായിട്ടുള്ള രാഷ്ട്രീയ പ്രശ്നങ്ങളാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് എന്ന് പറയുന്ന കേരളത്തിലെ ഇടതുപക്ഷ രാഷ്ട്രീയം ദേശീയ തലത്തിൽ തന്നെ പ്രതീക്ഷയോടുകൂടി ഉറ്റുനോക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ഇടതുപക്ഷ നയങ്ങളെ മുഴുവൻ ബലികഴിച്ചുകൊണ്ട് വ്യക്തിമേധാവിത്വത്തിലൂടെ വ്യക്തി ഏതാവിത്വത്തിന്റെ ലെജൻഡ് എന്ന പേരിൽ, കാരണഭൂതൻ എന്ന പേരിൽ നിങ്ങൾക്കെല്ലാം ഓർമ്മയുണ്ട്. കാരണം വി എസ് അച്യുതാനന്ദൻ ഒരു യോഗത്തിന് വന്നപ്പോ കണ്ണേ കരളെ വി എസ് എ എന്ന് മുദ്രാവാക്യം വിളിച്ചതിനാണ് ഉഷാ ഉതുപ്പിന്റെ ഗാനമേളയാണോ ഇവിടെ നടക്കുന്നത് എന്ന് പിണറായി വിജയൻ പരസ്യമായി പ്രതികരിച്ചത്. ആ പ്രതികരിച്ച പിണറായി വിജയനെ ദ ലെജൻഡ് എന്ന പേരിൽ 15 ലക്ഷം രൂപ മുടക്കി സിനിമ നിർമ്മിക്കുന്നു. കാരണഭൂതൻ എന്ന് പറഞ്ഞുകൊണ്ട് തിരുവാതിരക്കളി നടത്തുന്നു. അദ്ദേഹത്തിന്റെ പേരിൽ എന്തെല്ലാം കാര്യങ്ങൾ നടക്കുന്നു. എന്താണ് പിണറായി വിജയനും CPM-നും പറയാനുള്ളത്? പഞ്ചപുച്ഛമടക്കി നിൽക്കുന്ന CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയുടെ ദയനീയമായ മുഖം, MV ഗോവിന്ദന്റെ ദയനീയമായ മുഖം. ഇപ്പോഴും VS ജീവിച്ചിരിപ്പുണ്ടല്ലോ. ആ സഖാവ് VS-നെ ആ രൂപത്തിൽ അപകീർത്തിപ്പെടുത്തുകയും അദ്ദേഹത്തെ അനുകൂലിച്ചുകൊണ്ട് മുദ്രാവാക്യം വിളിക്കുന്നതിന് പോലും വിലക്കേർപ്പെടുത്തിയ പാർട്ടി ഇന്ന് വ്യക്തിപ്രഭാവത്തിന് അമിതമായ പ്രാധാന്യം നൽകിക്കൊണ്ട് വ്യക്തികേന്ദ്രീകൃത രാഷ്ട്രീയ പ്രസ്ഥാനമായി CPM-നെ പോലെയുള്ള ഒരു ഇടതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനം മാറി. അതായിരുന്നു പി വി അൻവർ ഉന്നയിച്ച സംഘടനാ പ്രശ്നം അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രശ്നം. UDF-ൽ പി വി അൻവറുമായി ബന്ധപ്പെട്ട് യാതൊരു വിലക്കുമില്ല. എന്ത് വിലക്കാണുള്ളത്? പി വി അൻവറുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിന്റെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവും UDF-ന്റെ കൺവീനറും പറഞ്ഞത് എന്താണ്? ഞാൻ ഇപ്പോഴും അത് ക്ലാരിഫൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അവർ രണ്ടുപേരും പറഞ്ഞത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. അവര് പറഞ്ഞത് UDF-ന്റെ പ്രതിനിധിയായി കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ആര്യാടൻ ഷൌക്കത്തിനെ ഞങ്ങൾ പ്രഖ്യാപിച്ചു. ആര്യാടൻ ഷൌക്കത്ത് UDF-ന്റെ സ്ഥാനാർത്ഥിയായി വന്ന പശ്ചാത്തലത്തിൽ ആര്യാടൻ ഷൌക്കത്തിനെതിരായി വ്യക്തിഗതമായിട്ടുള്ള ആക്ഷേപങ്ങൾ അടക്കം ഉന്നയിച്ചുകൊണ്ടുള്ള ഒരു നിലപാട് ശ്രീ പി വി അൻവർ സ്വീകരിച്ചു. അങ്ങനെ സ്വീകരിക്കുന്ന ഒരാൾ UDF-ന്റെ ഭാഗമാകുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അവിടെയാണ് സാങ്കേതികമായിട്ടുള്ള പിഴവ് അല്ലെങ്കിൽ സാങ്കേതികമായ പ്രശ്നമെന്ന് ഞാൻ സൂചിപ്പിച്ചത്. അവിടെയാണ് കോൺഗ്രസ് നേതൃത്വം പറഞ്ഞത്, UDF നേതൃത്വം പറഞ്ഞ ആ കാര്യത്തിൽ കുറെ കൂടി ക്ലാരിറ്റി വരുത്താൻ ശ്രീ പി വി അൻവർ തയ്യാറാകണം. കാരണം ഈ രാഷ്ട്രീയ പ്രശ്നങ്ങൾക്ക്, എന്റെ അഭിപ്രായത്തിൽ ഈ രാഷ്ട്രീയ പ്രശ്നങ്ങൾക്കാണ്, ഇത് വ്യക്തിഗതമല്ല. ഇത് പി വി അൻവർ എന്ന് പറയുന്ന വ്യക്തിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വ്യക്തികളോ ഒരു വലിയ കേരളം നേരിടുന്ന ഒരു വലിയ ദുരന്തമാണ് പിണറായി വിജയന്റെ ഗവൺമെന്റ്. ഒരിക്കൽ കൂടി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ CPM-ന്റെ നേതൃത്വത്തിൽ ഒരു ഗവൺമെന്റ് കേരളത്തിൽ വന്നാൽ ഈ ദുരന്തം ആവർത്തിച്ചാൽ ഈ കേരളം എന്നൊരു സംസ്ഥാനം തന്നെ വല്ലാത്തൊരവസ്ഥയിലേക്ക് മാറുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. അത്തരമൊരു രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ ശ്രീ പി വി അൻവർ ഉയർത്തിയ രാഷ്ട്രീയ പ്രശ്നങ്ങളോടൊന്നും ഒരു വിയോജിപ്പും UDF-നില്ല എന്ന് മാത്രമല്ല, UDF വളരെ നേരത്തെ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നതിനെ സ്ഥിരീകരിക്കുന്ന നിലപാടാണ് പി വി അൻവറിന്റെ നിലപാടിലൂടെ പുറത്തു വന്നത്. അപ്പൊ അത്തരമൊരു സാഹചര്യത്തിൽ UDF ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമ്പോൾ ആ സ്ഥാനാർത്ഥിക്കെതിരായി വ്യക്തിഗതമായും രാഷ്ട്രീയമായും ആക്ഷേപം ഉന്നയിക്കുക എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയമായി ഒരിക്കലും നമുക്ക് യോജിക്കാൻ കഴിയുന്നില്ല. അവിടെയാണ് പറഞ്ഞത് UDF-ൽ അസോസിയേറ്റ് മെമ്പർഷിപ്പ് ഉൾപ്പെടെ അല്ലെങ്കിൽ അദ്ദേഹത്തെ അംഗത്വം അല്ലെങ്കിൽ UDF-ന്റെ ഭാഗമാക്കി മാറ്റുന്നതിനോടുള്ള അനുകൂലമായ നിലപാട് തന്നെയായിരുന്നു UDF-നുണ്ടായിരുന്ന, ഒരു സംശയവും വേണ്ട കാര്യത്തിൽ. അപ്പൊ ഇത്തരത്തിലൊരു നിലപാട് സ്വീകരിച്ച ഘട്ടത്തിൽ, പ്രത്യേകിച്ചും ഒരു സന്നിഗ്ധമായിട്ടുള്ള ഘട്ടത്തിൽ ഒരു വലിയ ജനകീയ പോരാട്ടത്തിന് UDF തയ്യാറാകുമ്പോൾ, അതിന്റെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമ്പോൾ ആ സ്ഥാനാർത്ഥിക്കെതിരായി വ്യക്തിഗതമായും അല്ലാതെയുമുള്ള ആക്ഷേപം ഉന്നയിച്ചുകൊണ്ട് രാഷ്ട്രീയ പ്രതിസന്ധി സൃഷ്ടിക്കുമ്പോൾ അങ്ങനെ ഒരാൾ UDF-ന്റെ ഭാഗമാകുക എന്ന് പറഞ്ഞത് സാങ്കേതികമായി UDF-ന് ബുദ്ധിമുട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ആ സാങ്കേതികമായ പ്രശ്നം പരിഹരിച്ചാൽ മുഴുവൻ വിഷയങ്ങളും പരിഹരിക്കപ്പെടാവുന്നതേ ഉള്ളൂ. എന്റെ ഇപ്പോഴുമുള്ള പ്രതീക്ഷ ഒരു നല്ല ജനാധിപത്യ മതേതര ശക്തികളുടെ കൂട്ടായ മുന്നേറ്റം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും. അങ്ങനൊരു സാങ്കേതികത്വത്തിലേക്ക് ഞാൻ ഈ അവസരത്തിൽ പോകുന്നില്ല. ഞാനിപ്പോഴും പ്രതീക്ഷിക്കുന്നില്ല ശ്രീ പി വി അൻവർ എന്തിനാ രാജിവെച്ചത്. ഈ ഗവൺമെന്റിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരായി അല്ലെങ്കിൽ ഇപ്പോൾ പൊതുവെ പറഞ്ഞു കേൾക്കുന്ന പിണറായിസം, മാർക്സിസത്തിന്റെ സ്ഥാനത്ത്, ലെനിനിസത്തിന്റെ സ്ഥാനത്ത് കേരളത്തിൽ
മാവോയിസം എന്നൊക്കെ പറയുന്നതിന്റെ സ്ഥാനത്ത് പിണറായിസം എന്ന് പറയുന്ന നയവ്യതിയാനത്തിന്റെ ഭാഗമായി മാറി തീർന്നിട്ടുള്ള ഈ ഗവൺമെന്റിനെതിരായിട്ടാണ്. ഒരു ബിജെപിയുടെ അല്ലെങ്കിൽ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പരസ്യമായി പറഞ്ഞില്ലേ, വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച ചടങ്ങിൽ ബിജെപിയുടെ നേതാവ് നവലിബറൽ സാമ്പത്തിക നയങ്ങളുടെ അല്ലെങ്കിൽ പ്രയോക്താവായിട്ടുള്ള രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പരസ്യമായി പറഞ്ഞില്ലേ, ഗൌതം അവാനി ഗവൺമെന്റിന്റെ പാർട്ണറാണ് എന്ന് VN വാസവൻ പറഞ്ഞത് കാലത്തിന്റെ മാറ്റമാണ് എന്ന് പറഞ്ഞ ഒരു പ്രത്യേക രാഷ്ട്രീയ അതാണ് PV അൻവർ ഉന്നയിച്ചത്. ഇടത് നയവ്യതിയാനമെന്ന് മാത്രമല്ല, വലതുപക്ഷ പിന്തിരിപ്പൻ ബൂർഷ്വാ ശക്തികളെ പിൻപറ്റുക മാത്രമല്ല, അവരുടെ വക്താവായി ഗവൺമെന്റ് മാറി. അതെങ്ങനെ LDF എന്ന് പറയാൻ കഴിയും, ഇടത് രാഷ്ട്രീയം എന്ന് പറയാൻ കഴിയും? അപ്പൊ ഇടത് രാഷ്ട്രീയത്തെ അപ്പാടെ ഉപേക്ഷിച്ച് ഈ ഗവൺമെന്റിന്റെ നയവൈകല്യത്തിനും ജനവിരുദ്ധ നയങ്ങൾക്കുമെതിരായിട്ടാണ് PV അൻവർ ഒരു നിലപാട് സ്വീകരിച്ചതെങ്കിൽ ആ നിലപാട് സാധൂകരിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ PV അൻവർ അടക്കം ഈ ഗവൺമെന്റിന്റെ പ്രതിനിധിയായി LDFന്റെ പ്രതിനിധിയായി മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തി UDFന്റെ വിജയം ഉറപ്പിക്കാൻ പ്രവർത്തിക്കുകയാണ് ശ്രീ PV അൻവർ അടക്കം വേണ്ടത്. അതിന് സാങ്കേതികമായിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ അത് തീർച്ചയായും പരിഹരിക്കാൻ ശ്രീ PV അൻവർ അടക്കം ആ കാര്യത്തിൽ വിട്ടുവീഴ്ച സമീപനം സ്വീകരിക്കാൻ തയ്യാറാകണം എന്നാണ് വിനയപൂർവ്വം ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. അവിടെയാണ് ഞാൻ പറഞ്ഞത്, ഇത് ഓൾറെഡി UDFന്റെ കമ്മിറ്റി ഒരിക്കൽ കൂടിയതാണ്. 2-ാം തീയതി കോഴിക്കോട് ചേർന്ന UDFന്റെ സംസ്ഥാന സമിതി യോഗം PV അൻവർ UDFന്റെ ഭാഗമാകുന്നതിനുള്ള വിയോജിപ്പൊന്നും പ്രകടിപ്പിച്ചിട്ടില്ല. അങ്ങനെ വ്യാഖ്യാനിക്കണ്ട. കോൺഗ്രസിനും RSPക്കും ലീഗിനും എല്ലാ പാർട്ടികൾക്കും ഈ കാര്യത്തിൽ പൊതു നിലപാട് തന്നെയാണ്. വ്യത്യസ്തമായ നിലപാട് ഒരു പാർട്ടിക്കുമില്ല. ലീഗ് അടക്കം ഈ കാര്യത്തിൽ മുൻകൈ എടുക്കുന്നുണ്ട്. ഇപ്പൊ മലപ്പുറം പോലെയുള്ള ഒരു ജില്ലയിൽ ലീഗ് വളരെ ഈ കാര്യത്തിൽ നല്ലതുപോലെ ഈ കാര്യത്തിൽ എഫേർട്ട് എടുക്കുന്നുണ്ട്. അപ്പൊ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം PV അൻവറും PV അൻവർ ഉന്നയിക്കുന്ന രാഷ്ട്രീയവും പ്രസക്തമാണ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം അടക്കം ഈ മുന്നണിയുടെ ഭാഗമാകണമെന്ന് ആഗ്രഹിക്കുകയും ചർച്ച ചെയ്യുകയും ആ കാര്യത്തിൽ ഏറെക്കുറെ ധാരണയാകുകയും ചെയ്തതാണ്. പക്ഷേ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഞാൻ ആവർത്തിക്കുന്നു, അത് UDFന്റെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചപ്പോൾ ആ സ്ഥാനാർത്ഥിക്കെതിരായി ഒരു പ്രത്യേക വിമർശനം നടത്തുമ്പോൾ അങ്ങനെ ഒരാൾ UDFന്റെ ഭാഗമാകുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ പൊളിറ്റിക്കൽ കോൺട്രഡിക്ഷൻ ആയിട്ട് വരും. അത് UDFന് ഒരു വല്ലാത്ത പ്രതിസന്ധി സൃഷ്ടിക്കുമെന്ന പശ്ചാത്തലത്തിലാണ് ആ ഒരു സാങ്കേതികമായിട്ടുള്ള പോരായ്മ മാറ്റണം എന്നൊരു നിർദ്ദേശം UDFന്റെ നേതൃത്വം മുന്നോട്ട് വെച്ചത്. ആ നിർദ്ദേശത്തോട് RSPയും യോജിക്കുന്നു. ഒരു ക്ലാരിറ്റിയുടെ പ്രശ്നവുമില്ല. ഞങ്ങൾക്ക് എല്ലാവർക്കും UDFന് ഈ കാര്യത്തിൽ ഒറ്റക്കെട്ടായി പൊതു നിലപാടാണ്. എല്ലാവരും യോജിച്ച്, അൻവർ അടക്കം എല്ലാവരും യോജിച്ച്, അൻവർ മാത്രമല്ല CPM അണികളടക്കം. കാരണം ഇതിൽ ഈ ഗവൺമെന്റിന്റെ ജനവിരുദ്ധ നിലപാടിലും ഇടത് നയവ്യതിയാന പ്രക്രിയയിലും വിയോജിപ്പുള്ള CPM സഖാക്കൾ അടക്കമുള്ളവർ ഈ തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി നിലപാട് സ്വീകരിക്കണമെന്ന അഭിപ്രായമാണ് UDFനുള്ളത്. അപ്പൊ പിന്നെ ഒരാളെ മാറ്റി നിർത്തേണ്ട അല്ലെങ്കിൽ അത്തരത്തിലൊരു നിലപാട് സ്വീകരിക്കേണ്ട ആവശ്യം UDFന് എന്താ? തികച്ചും സാങ്കേതികമാണ് ഈ പ്രശ്നം. ആ സാങ്കേതികമായ പ്രശ്നം പരിഹരിക്കുന്നതിൽ ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു ശ്രീ PV അൻവർ അടക്കം സ്വമേധയാ നിലപാട് സ്വീകരിക്കും. അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളിൽ കുറെ കൂടി ക്ലാരിറ്റി വരുത്തിക്കൊണ്ടുള്ളൊരു പൊളിറ്റിക്കൽ പൊസിഷൻ ശ്രീ PV അൻവർ എടുക്കുമ്പോൾ ഈ പ്രശ്നം വളരെ വളരെ ലഘുവായി പരിഹരിക്കപ്പെടും എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം.